ഇപ്പോൾ ഒരു പ്രത്യേക കാര്യം ചെയ്യാനുള്ള സമയമാണ്. ഇപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള നേരമാണ്. ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അല്ലേ? നമ്മുടെ ക്ലാസ് റൂമുമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേ ആശയത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. എന്താണ്? ഒരു കാര്യം ഞാൻ പറയട്ടെ. കേട്ടോളൂ. മലയാളത്തിലാണ് പറയുന്നത്. So please listen to this very simple sentence. ഇപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള നേരമാണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള സമയമാണ്. ഇത് ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഫ്ലാഷ് ചെയ്യേണ്ട ഫ്രേസ് ആണ് ഇറ്റ്സ് ടൈം ടു. ഇറ്റ് ഈസ് എന്നുള്ളതിന്റെ ഷോർട്ട്. ഇറ്റ്സ് ടൈം ടു. ഓക്കെ. അപ്പോൾ ഒരു പ്രത്യേക കാര്യം ചെയ്യാനുള്ള സമയമാണ് എന്ന് പറയാനാണ് ഇറ്റ്സ് ടൈം ടു എന്ന് ഉപയോഗിക്കുന്നത്. സോ ഇപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള സമയമാണ് എന്ന് പറയാൻ ഇറ്റ്സ് ടൈം ടു പ്രിപ്പയർ ഫോർ എക്സാം. ഇറ്റ്സ് ടൈം ടു പ്രിപ്പയർ ഫോർ എക്സാം. ഓക്കെ. എന്നാൽ ഇതേപോലെ മറ്റ് ചില സെന്റൻസുകൾ ഞാൻ പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരും പറയാൻ ശ്രമിക്കാം. ഓക്കെ. എല്ലാവരും കൂടെ ഒരുമിച്ച് പറയുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഒരാൾ പറയുമ്പോൾ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യാം? മൈക്ക് ഓഫ് ചെയ്യുക. ഓരോരുത്തരായിട്ട് പറയാൻ ശ്രമിക്കാം. ഇപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള സമയമാണ് എന്നുള്ളത് ഇറ്റ്സ് ടൈം ടു പ്രിപ്പയർ ഫോർ എക്സാം. അപ്പോൾ ഇത്തരത്തിലുള്ള സെന്റൻസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ്സ് ടൈം ടു എന്ന് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ. യെസ്. അപ്പോൾ ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള സമയമാണ് എന്ന് എങ്ങനെ പറയും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള സമയമാണ്. മൈക്ക് ഓപ്പൺ ചെയ്യുക. It's time to solve the problem. ഓക്കെ. It's time to solve the problem. ഓക്കെ. ഒരാൾ പറഞ്ഞു. Time to solve the problem. ഓക്കെ. It's time to solve the problem. ഓക്കെ. It's time to solve the problem. ഓക്കെ. പറഞ്ഞോളൂ. നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ് ഇപ്പോൾ. ഇറ്റ്സ് ടൈം ടു പ്രാക്ടീസ്. പറഞ്ഞോളൂ. ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള സമയമാണ് എന്നതിന്റെ ഇംഗ്ലീഷ് ഇറ്റ്സ് ടൈം ടു സോൾവ് ദിസ് പ്രോബ്ലം. അല്ലെ? ഇറ്റ്സ് ടൈം ടു സോൾവ് ദിസ് പ്രോബ്ലം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഓക്കെ. എന്നാൽ മറ്റൊരു സെന്റൻസ് ഞാൻ പറയുന്നു. നിങ്ങൾ എല്ലാവരും പറയാനുള്ള ഒരു ശ്രമം നടത്തുക. ഇപ്പോൾ തമാശ പറയാനുള്ള സമയമാണ്. എപ്പോഴും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നൊന്നും ആർക്കും ഇഷ്ടമുണ്ടാവില്ല അല്ലെ? പ്രത്യേകിച്ച് കുട്ടികൾക്ക് ക്ലാസ്സിലൊക്കെ അത്യാവശ്യം തമാശക്ക് പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. സോ നിങ്ങൾ പറയാണ് ഇപ്പോൾ തമാശ പറയാനുള്ള സമയമാണെന്ന് എങ്ങനെ പറയും? Time to It's time some jobs. ഓക്കെ. It times to job. It's time to have fun. ഓക്കെ. പറഞ്ഞോളൂ. Time to say job. It's times to telling the job. It's time to tell the job. To say comedy. ഓക്കെ. 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 യെസ്. പലരും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ശരിയായിട്ടുള്ള സെന്റൻസ് ഞാൻ പറയുകയാണ്. ഇറ്റ്സ് ടൈം ടു ക്രാക്ക് സം ജോക്സ്. ഇറ്റ്സ് ടൈം ടു ക്രാക്ക് ജോക്സ്. ഓക്കെ. തമാശ പറയുക എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ക്രാക്ക് ജോക്സ്. ഓക്കെ. അല്ലെങ്കിൽ ഹാവ് ഫൺ എന്നും പറയാം. ഇറ്റ്സ് ടൈം ടു ഹാവ് ഫൺ. ഓക്കെ. ഇറ്റ്സ് ടൈം ടു ഹാവ് ഫൺ. വളരെ ഈസിയാണ് അല്ലെ? നമുക്ക് കൂടുതൽ റിസ്ക് ഉണ്ടോ? നമ്മൾ ഗ്രാമറിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്തിക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇറ്റ്സ് ടൈം ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാര്യം, എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുവാനുള്ള സമയമാണ്, നേരമാണ് എന്നൊക്കെ പറയാനാണ് ഇറ്റ്സ് ടൈം ടു എന്ന ഫ്രേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോ അല്പം തമാശകളൊക്കെ പറയാനുള്ള നേരമാണ്. ഇറ്റ്സ് ടൈം ടു ക്രാക്ക് സം ജോക്സ്. അല്ലെങ്കിൽ ഇറ്റ്സ് ടൈം ടു ഹാവ് സം ഫൺ. അങ്ങനെ പറയാം. ഓക്കെ. യെസ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സെന്റൻസ് തരികയാണ്.
ഓരോരുത്തരായിട്ട് പറയാൻ ശ്രമിക്കൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഹോംവർക്കുകൾ കാണിക്കാനുള്ള സമയമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഹോംവർക്കുകൾ കാണിക്കുവാനുള്ള സമയമാണ്. എങ്ങനെ പറയും? It's time It's time to check your homework. It's time to show your homework. ഓക്കെ, It's time to show your homework. Time to show your Time homework. to show your homework. It's Okay. time to show your homework. പറഞ്ഞോളൂ. യെസ്. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ, കാണിക്കുക, പ്രദർശിപ്പിക്കുക എന്നുള്ളതിന് എന്താ പറയാ? ഷോ എന്നാണ് പറയാ, അല്ലെങ്കിൽ ഡിസ്പ്ലേ, ഷോ കേസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ഷോ എന്ന് തന്നെയാണ്, അല്ലേ? ഒരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ എഴുതിയ കാര്യം കാണിക്കുന്നതിന് ഷോ എന്നാണ് പറയുക. സോ ഇറ്റ്സ് ടൈം ടു ഷോ യുവർ ഹോംവർക്ക്. ഇറ്റ്സ് ടൈം ടു ഷോ യുവർ ഹോംവർക്ക്, അല്ലേ? യെസ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ സെനൻസുകൾ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടെ സെനൻസുകൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. മലയാളം പറയുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമാണ്. ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുവാനുള്ള സമയമാണ്. lunch. Time to have your lunch. Time to have lunch. Time to have your lunch. Your lunch. Time to have your lunch. Time for lunch. Time to have your lunch. It's the time for your lunch. It's time to have your lunch. ഓക്കെ, ഇവിടെ നമുക്ക് ഇറ്റ്സ് ടൈം ഫോർ ലഞ്ച് എന്ന് പറയാം. ചില ആളുകളൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുവാനുള്ള സമയമാണ്. നമുക്ക് ഈ രീതിയിൽ പറയാം. എങ്ങനെ? ഇറ്റ്സ് ടൈം ടു ഹാവ് ലഞ്ച്. ഇറ്റ്സ് ടൈം ടു ഹാവ് ലഞ്ച്. കഴിക്കുക, കുടിക്കുക എന്നുള്ളതിനൊക്കെ ഹാവ് എന്ന് പറയും. HAVE നമുക്കറിയുന്നതാണ്. ഓക്കെ, പലരും ഈറ്റ് എന്നാണ് ഉപയോഗിക്കാറുള്ളത്, എപ്പോഴും ഈറ്റ്. എന്നാൽ ഫോർമലായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഹാവ്, HAVE എന്ന വേർഡ് ഉപയോഗിക്കാം. യെസ്, ഇറ്റ്സ് ടൈം ടു ഹാവ് ലഞ്ച്. നമുക്ക് ഇതൊക്കെ അറിയാം, ബട്ട് സംസാരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോവുകയാണ്, അല്ലെ? യെസ്. എന്നാൽ മറ്റൊരു സെനൻസ് നോക്കൂ. ഇപ്പോൾ അല്പം പഠിക്കുവാനുള്ള സമയം. It's time It's to time study. for It's time for time. study. Time for study. It's time for study. Time for study. It's time to study. It's time for study a little. ഓക്കെ, ഈ സെനൻസ് നിങ്ങൾ ഈ ഫ്രേസ് നിങ്ങൾ ഒരിക്കലും ചേഞ്ച് ചെയ്യരുത്. ഓക്കെ, ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഒരിക്കലും മാറ്റം വരുത്തരുത്. ഇറ്റ്സ് ടൈം ഫോർ എന്നല്ല, പലരും ഫോർ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ്സ് ടൈം ഫോർ, ഇറ്റ്സ് ടൈം ടു. ഓക്കെ, ഇറ്റ്സ് ടൈം ടു. ടുവിന് ശേഷം ഒരു വേർബ് ഉപയോഗിക്കണം. ഓക്കെ, വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഇറ്റ്സ് ടൈം ടു ലേൺ സംതിങ്. ഇറ്റ്സ് ടൈം ടു ലേൺ സംതിങ്. സ്റ്റഡി എന്നും കൊടുക്കാം. ഇറ്റ്സ് ടൈം ടു സ്റ്റഡി സംതിങ്. യെസ്. ഇപ്പോൾ ഒരു കഥ ആസ്വദിക്കുവാനുള്ള സമയമാണ്. പറഞ്ഞു നോക്കൂ. It's time to enjoy a story. ഓക്കെ, Time to hear a story. ഓക്കെ, It's time to enjoy It's a time to enjoy a story. It's time to enjoy a story. It's time to story. ഓക്കെ, പറഞ്ഞോളൂ. യെസ്, ആസ്വദിക്കുക എന്നുള്ളതിന് എൻജോയ് എന്നാണ് പറയുക, അല്ലെ? എൻജോയ്. അപ്പോൾ ഇറ്റ്സ് ടൈം ടു എൻജോയ് എ സ്റ്റോറി. ഇറ്റ്സ് ടൈം ടു എൻജോയ് എ സ്റ്റോറി. കേൾക്കുക എന്നുള്ളതിന് ഹിയർ അല്ലെങ്കിൽ ലിസൺ. അപ്പോൾ ഇറ്റ്സ് ടൈം ടു ലിസൺ ടു എ സ്റ്റോറി. നിങ്ങൾ കഥ പറയുന്നു, കുട്ടികൾ അത് കേൾക്കുകയാണെങ്കിൽ അവിടെ ലിസൺ എന്നാണ് പറയുക. ഇവിടെ ആസ്വദിക്കുകയാണ്. അപ്പോൾ ഇറ്റ്സ് ടൈം ടു എൻജോയ് എ സ്റ്റോറി, അങ്ങനെയാണ് പറയേണ്ടത്.
ഇപ്പോൾ ഒരു നാടകം അവതരിപ്പിക്കുവാനുള്ള സമയമാണ്. ഇപ്പോൾ ഒരു നാടകം അവതരിപ്പിക്കാനുള്ള നേരമാണ്. എങ്ങനെ പറയും? It's time to present Time to present a drama. Time to present drama. It's It's time time to to present drama. It's time to present drama. ഓക്കെ. ഇപ്പോൾ ഒരു നാടകം അവതരിപ്പിക്കുവാനുള്ള സമയമാണ്. ഇറ്റ്സ് ടൈം ടു പെർഫോം എ ഡ്രാമ. ഇറ്റ്സ് ടൈം ടു പെർഫോം എ ഡ്രാമ. ഓക്കെ, യെസ്. എന്നാൽ ഇപ്പോൾ അല്പം വിശ്രമിക്കാൻ, നമ്മൾ ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒന്ന് മയങ്ങും അല്ലെങ്കിൽ വിശ്രമിക്കും അല്ലെ? അതിന് നമ്മൾ എന്ത് പറയും? അപ്പോ ഈ സെന്റൻസ് നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കും. It's time to take rest. It's time to take rest. ഇപ്പോൾ അല്പം time ഒന്ന് to relax. വിശ്രമിക്കുവാനുള്ള സമയമാണ് അല്ലെങ്കിൽ ഉറങ്ങുവാനുള്ള സമയമാണ്. It's time to take a nap. Yeah. It's time to take. It's time to take a nap. അല്ലെ? നാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷോർട്ട് സ്ലീപ്പ് എന്നാണ്. നമ്മള് ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഒരു ചെറിയൊരു നിദ്ര, ഒരു ചെറിയ ഉറക്കത്തിന് അല്ലെ, കാറ്റ് നാപ്പ് എന്നൊക്കെ പറയാറുണ്ട്. പൂച്ച ഉറക്കം. അപ്പം നാപ്പ് എന്നാണ് പറയേണ്ടത്. അപ്പൊ എങ്ങനെ പറയും? ഇറ്റ്സ് ടൈം ടു ഹാവ് എ നാപ്പ്. ഇറ്റ്സ് ടൈം ടു ഹാവ് എ നാപ്പ്. ഇപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിക്കുവാനുള്ള സമയമാണ്. ഇപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനുള്ള Time to find a solution for the Time problem. to solve the problem. Time to solve the problem. It's time to find The problem. a problem. ഓക്കെ. പറഞ്ഞു കഴിഞ്ഞോ? It's time to solve the problem. ഓക്കെ. It's time to find a solution for this problem. ഓക്കെ. It's time to find a solution to the problem. ഇപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുവാനുള്ള നേരമാണ്. ഇറ്റ്സ് ടൈം ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദിസ് പ്രോബ്ലം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫ്രേസിന്റെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇറ്റ്സ് ടൈം ടു എന്നായിരുന്നു പറഞ്ഞത് അല്ലെ? കോമൺ ആയിട്ട് പൊതുവായിട്ട് ഇന്ന കാര്യം ചെയ്യാനുള്ള സമയമാണ്, ഇന്ന പ്രവർത്തനം ചെയ്യാനുള്ള സമയമാണ്. ഇറ്റ്സ് ടൈം ടു സ്റ്റഡി, ഇറ്റ്സ് ടൈം ടു ബൈ ഹാർട്ട് ദിസ് പോയം, അങ്ങനെയായിരുന്നു പറഞ്ഞത് അല്ലെ? എന്നാൽ അതിന്റെ കൂടെ ഒരു പ്രോനൗണും കൂടെ ചേർത്ത് പറയുന്നു. എങ്ങനെയായിരിക്കും? ഇറ്റ്സ് ടൈം ഫോർ യു. എങ്ങനെ? ഇറ്റ്സ് ടൈം ഫോർ യു. ഓക്കെ, ഇറ്റ്സ് ടൈം ഫോർ യു ടു ഡാഷ് ഡാഷ്. ഇപ്പോൾ നിങ്ങൾക്ക് എടുത്തു പറയുകയാണ്. ഇറ്റ്സ് ടൈം ഫോർ യു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക കാര്യം, പ്രവർത്തനം ചെയ്യുവാനുള്ള നേരമാണ്, സമയമാണ്. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കത്തും, വേഗത്തിൽ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുവാനുള്ള സമയമാണ്. ഇറ്റ്സ് ടൈം ഫോർ യു. ഓക്കെ, ഫോർ യു. ഇറ്റ്സ് ടൈം ഫോർ യു ടു ലേൺ ഇംഗ്ലീഷ്. ഇറ്റ്സ് ടൈം ഫോർ യു ടു ലേൺ ഇംഗ്ലീഷ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പാട്ട് പാടാനുള്ള ഒരു നേരമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പാട്ട് പാടാനുള്ള നേരമാണ്. എങ്ങനെ പറയും? It's time for to sing a song. It's time to ഓക്കെ, നിങ്ങളെല്ലാവരും ക്യാമറ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടായിട്ട് നിങ്ങളുടെ പേര് വിളിച്ചിട്ട് തന്നെ എനിക്ക് ചോദിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അത് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവരും ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്യുക, വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓരോരുത്തരോടായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് കേൾക്കുവാനും പറ്റും. ഓക്കെ, വി ക്യാൻ എൻജോയ് ലിസണിങ് ടു അതേഴ്സ്. അപ്പോ ഇപ്പോൾ ഒരു പാട്ട് പഠിക്കുവാനുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പാട്ട് പാടാനുള്ള നേരമാണ്. ഇതെങ്ങനെ പറയും? ബിന്ദു പി പി, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ.
Please click the mic and say. It's time for you to sing a song. Yes. ഇപ്പോ ഇവര് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? ഇതുപോലെ എല്ലാവരും വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓരോരുത്തരോടായിട്ട് സ്പെസിഫിക് ആയിട്ട് ഓരോരുത്തരുടെ പേര് വിളിച്ച് ചോദിക്കാൻ പറ്റും. It could be more interesting and fruitful. So let's move on to another person. ഇതേ കാര്യം ശ്രീവല്ലി നിങ്ങൾ എങ്ങനെ പറയും? ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പാട്ട് പാടാനുള്ള നേരമാണ്. ഓക്കെ. ഗീതാദേവി, ശ്രീവല്ലി നിങ്ങളുടെ സൗണ്ട് ഇങ്ങോട്ടേക്ക് കേൾക്കുന്നില്ല, എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. It's time for you to sing a song. ഓക്കെ. സൗമ്യ മാഡം, can you try? It's time for you to sing a song. ഓക്കെ. ഗീത മാഡം. It's time for you to sing a song. ഓക്കെ. ശ്രീവല്ലി മാഡം. Sir, it's time for you to sing a song. All right. Rajani. Can you hear? Yes, absolutely. Your voice is Time for you to sing a song. okay. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പാട്ട് പാടാനുള്ള സമയമാണ്. It's time for you to sing a song. Okay. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി പൂർത്തീകരിക്കാനുള്ള സമയമാണ്. ഇതെങ്ങനെ പറയും? അനാക്ഷ PS. എല്ലാവരും ഒന്ന് വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് വിളിച്ച് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തെറ്റുണ്ടെങ്കിലും കുഴപ്പമില്ല അല്ലെ? നമ്മൾ ഇതൊരു പ്രാക്ടീസ് ചെയ്യുകയാണ്. നോ പ്രോബ്ലം. ഡോണ്ട് വറി അബൌട്ട് യുവർ മിസ്റ്റേക്സ്. ജസ്റ്റ് ട്രൈ ടു ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് സ്റ്റാർട്ട് സ്പീക്കിംഗ്. സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് സ്പീക്കിംഗ് സംതിങ് in order to elevate your English speaking skills. ഇതെല്ലാരും കാണുന്ന എവിടെയാണ്? ഓക്കെ. അപ്പോ അനാക്ഷ PS ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്ത് പറഞ്ഞു നോക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി പൂർത്തീകരിക്കുവാനുള്ള സമയമാണ്. മൈക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല. യെസ്. നോ. Time for you to complete the work. All right. Thanks for your attempt. Next, Ramya. Madam Ramya, click the mic and try to say. It's time for you to complete an activity. All right. Shamla Begum. Madam, just try. It's time for you to complete an activity. All right. Arya. Binsi. Arya, click the mic, then your voice will be audible here. Your mic is not mute. Please unmute. Click the mic. Okay. Hello, sir. Yes. It's time for you to complete an activity. All right. Next, Binsi, can you try? It's time for you to complete the activity. Okay. Next, Fausia. It's time to complete the activity. Okay. ഈ സെന്റൻസ് ഇങ്ങനെയാണ് പറയേണ്ടത്. It's time for you. It's time for you to complete the activity. Okay. It's time for you to complete the activity. Okay. Yes. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു യോഗ പരിശീലിക്കുവാനുള്ള സമയമാണ്. Sir, Yes. I have a doubt. An activity na or the activity na അവിടെ വരിക? The activity നമ്മളൊരു പ്രത്യേക ആക്ടിവിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ the activity അല്ലെങ്കിൽ an activity. Okay. Yes. അപ്പോ നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഇപ്പോൾ നിങ്ങൾക്ക് യോഗ പരിശീലിക്കുവാനുള്ള സമയമാണ്. ഞാൻ ചോദിക്കുന്നവർ പറയാട്ടോ. യെസ്. എല്ലാവരും വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോടൊക്കെ ചോദിക്കാൻ പറ്റും. ഇത് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളെ ലോക്ക് ചെയ്യല്ല, നിങ്ങളെ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? നമ്മുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കിംഗ് എബിലിറ്റി എന്താണ് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇത് അത്ര വലിയ കടിച്ചാൽ പൊട്ടാത്ത ചോദ്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് ആദ്യം ഇതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു തന്നു.
ഇതിന്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നു. ഇനി ആ പാറ്റേൺ, ആ ട്രാക്കിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ നിങ്ങൾക്ക് സംസാരിക്കുവാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് ടൈം ഫോർ യു. ഇതാണ് സ്റ്റാർട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോ നിങ്ങൾക്ക് യോഗ പരിശീലിക്കുവാനുള്ള നേരമാണ്. എങ്ങനെ പറയും ആശ? ക്യാൻ യു ട്രൈ? Yes, it's time for you to practice yoga. Okay. Ashwati? It's time for you to practice yoga. All right. Smita K. Nair? ഫോൺ നിങ്ങൾ ഇങ്ങനെ പിടിക്കാട്ടോ, ഈ രീതിയിൽ ലാൻഡ്സ്കേപ്പ് പോലെ ഇങ്ങനെ ഒന്ന് പിടിക്കാം. Okay. Right. It's time for you to practice yoga. All right. Anita K. ജ്യോതി മാഡം, ഇപ്പോൾ നിങ്ങൾക്ക് It's time for you to practice yoga. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് യോഗ പരിശീലിക്കുവാനുള്ള സമയമാണ്. ഓക്കെ, യെസ്, ഇറ്റ്സ് ടൈം ഫോർ യു. അവിടെ ഫോർ യു എന്ന് ചേർക്കണം, വിട്ടുപോകരുത്. ഇറ്റ്സ് ടൈം ഫോർ യു ടു പ്രാക്ടീസ് യോഗ. പ്രാക്ടീസ്. ഓക്കെ, പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശീലിക്കുക. CE, പ്രാക്ടീസിന്റെ ലാസ്റ്റ് 2 ലെറ്റേഴ്സ് CE ആണെങ്കിൽ പരിശീലനം എന്നാണ്. ഓക്കെ, SE എന്നാണെങ്കിലോ പരിശീലിക്കുക എന്നുള്ളതാണ്. ഓൾറൈറ്റ്, യെസ്. സോ ഇറ്റ്സ് ടൈം ഫോർ യു ടു പ്രാക്ടീസ് യോഗ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മനോഹരമായ ചിത്രം വരയ്ക്കുവാനുള്ള സമയമാണ് എന്നെങ്ങനെ നമ്മൾ പറയും? ആര്യ, ക്യാൻ യു ട്രൈ? To draw യെസ്, ബിന്ദു PP? It is time for you to draw a beautiful picture. Okay. Next, Geeta, madam, are you here? It's time for you to draw a beautiful picture. Okay. All right. Arya, would you like to try? It's time for you to draw a beautiful picture. Okay. It's time for you to draw a beautiful picture. ഇനി എല്ലാവരും ഇറ്റ്സ് ടൈം ഫോർ യു എന്ന പ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് റൂമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു സെന്റൻസ് പറയാൻ ശ്രമിക്കാം. ഓക്കെ, ഇറ്റ്സ് ടൈം ഫോർ യു. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യം ചെയ്യുവാനുള്ള സമയമാണ്, നേരമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെന്റൻസ്, ഓക്കെ, ഒരു സെന്റൻസ് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എല്ലാവരും ഓരോ സെന്റൻസ് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സെന്റൻസ് കേൾക്കാൻ പറ്റും. സോ ജസ്റ്റ് ലിസൺ ടു അതേഴ്സ്. It's time for you to open up your book. It's time It's for time you for you to open your book. Time for you to study a lesson. Okay. It's time for you to write an exam. All right. It's time for you to play game. All right. ഓരോരുത്തരായിട്ട് പറയാം. It's time for you to play a game. It's time for you. Okay. It's time for you. It's time for you to control yourself. Because here, if you open your mic when other people speak, it could be really irritating, annoying. So please manage yourself, control your mic button properly. Okay. So when other people speak, try to listen. After that, click the mic button and you can try. Yes. Now, who is going to say one sentence? It's time for you to discuss the topic about water pollution. Okay. It's time for you to discuss the importance of water pollution. Okay. നമ്മൾ ഒരിക്കലും ഡിസ്കസിന് ശേഷം about ഉപയോഗിക്കാൻ പാടില്ല.
ഇത് നമ്മൾ ഒരു അറിയാതെ പറഞ്ഞു പോകുന്നതാണ് അല്ലെ. ഡിസ്കസ് അബൌട്ട് ദ ടോപ്പിക്, ഡിസ്കസ് അബൌട്ട് എന്ന് പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, ഡോണ്ട് വറി. നെക്സ്റ്റ്. It's time for you to write homework. Okay, it's time for you It's time for you to write write. your homework. ഇപ്പോൾ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്യുവാനുള്ള സമയമാണ്. It's time for you to eat a snack. ഓക്കെ, ഷാഹിന എന്തോന്ന് പറഞ്ഞു? ഒരു മിനിറ്റ്. ഷാഹിന. For you to study GK. യെസ്, രജനി. It's time for you to study GK. ഓക്കെ, യെസ്, ഷാഹിന. Have your lunch. Read the first chapter. It's time for you to eat a snack. ഓക്കെ, യെസ്, It's time for you to perform the role play. ഓക്കെ, It's time for you to perform the role play. Live confidently. In- It's time for you to practice dance for arts. okay. Mr. Unnikrishnan, yes, you can try. It's time for you to play football. All right. Jeeva Kumari, would you like to say? Yes, Your- sir. It's Your time mic, for you to practice. your mic is seem to be open. Time for you to. It's time to start a dance class. Jeeva Kumari, can you please repeat? It's time for you to practice karate. All right. Next. It's time for you to speak confidently. Okay. It's time for you. Time for you to start a dance class. Okay. For you to do physical training. All right. It's time for It's time for you to start a dance class. അനാക്ഷ എന്തോ പറയാൻ ശ്രമിച്ചു. കംപ്ലീറ്റ് ചെയ്യും. It's time for you to complete your sentence. It's absolutely your moment. It's absolutely your Time for you to show your sentence. homework. Repeat. It's time for you to show homework. All right. Next. It's time for you to reply. Maladi. Come again. It's time for you to reply. It's time for you to reply. Okay. It's time for you to respond to this point. Yes. കഴിയുന്നത്ര സെന്റൻസുകൾ പറയുക. പറയാത്ത ആളുകൾ പറയട്ടെ അല്ലേ. It's time for the other members to open their mouth and try one sentence with "It's time for you to." It's time for you to speak English. Well done. You to start a dance class. Okay. Time for read textbook. All It's right. time for you to go drill. Okay. Time It's for time you to for go you to make a group. Okay. It's time for you to utilize this time. Okay. ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് It's please. a time for you. Okay. It's time for us. It's time for us to jump on to the next activity. Just listen. Okay. നിങ്ങൾ ഒരു മലയാള സെന്റൻസ് പറയുക. ഒരു മലയാള സെന്റൻസ് പറയുക. എല്ലാവരും മനസ്സിലേക്ക് കൊണ്ടുവരിക. പുതിയ സെന്റൻസ് കേട്ടോ. ഓക്കെ. പുതിയ സെന്റൻസ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു ആക്ഷനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഓക്കെ. ചിന്തിക്കുക, പ്രവർത്തിക്കുക, കരയുക, ഓടുക, നൃത്തം വെക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് ആക്ഷൻസ് ഉണ്ടായിരിക്കും. അത് ഏതെങ്കിലും ഒരു ആക്ഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അത് വെച്ച് ഒരു സെന്റൻസ് പറയാൻ ശ്രമിക്കുക. നിങ്ങളൊരു മലയാളം പറയുക. അത് നിങ്ങൾ ആരോടാണോ ചോദിക്കുന്നത് അവരുടെ പേര് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും.
അപ്പോൾ അവരുടെ പേരൊന്ന് അനൗൺസ് ചെയ്യുക. ഞാൻ ഇന്ന ആളോടാണ് ചോദിക്കുന്നത്. നൗ മൈ ക്വസ്റ്റ്യൻ ഈസ് ടു ജ്യോതി, അങ്ങനെ പറയാം. ഓക്കെ, സോ നിങ്ങൾ ഒരു മലയാളം സെന്റൻസ് പറയുക. അപ്പോൾ ആരോടാണോ നിങ്ങൾ ചോദിക്കുന്നത് അവരുടെ പേരൊന്ന് അനൗൺസ് ചെയ്യുക. അവരതിൻ്റെ ഇംഗ്ലീഷ് പറയും. തെറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം, തിരുത്താനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടായിരിക്കും. ഡോണ്ട് വറി. ഓക്കെ, സോ എല്ലാവരും ഒരു മലയാള സെന്റൻസ് മനസ്സിലേക്ക് കൊണ്ടുവരൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്യാനുള്ള സമയമാണ്. കോമൺ ആയിട്ട് ഏതും ആവാം, സ്കൂളുമായി ബന്ധപ്പെട്ടതൊന്നും ആവണമെന്നില്ല. എനി മലയാള സെന്റൻസ്. എങ്ങനെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്യുവാനുള്ള സമയമാണ്. ആ ഒരു ആശയം കേന്ദ്രീകരിച്ചാണ് വേണ്ടത്. ഓക്കെ, യെസ്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. Please raise your hands. You can show the emoji. Click the emoji. Okay, Asha. ആരോടാണ് ചോദിക്കുന്നത് നിങ്ങൾ? So you can just announce the name. I'm going to ask Asha. Click the mic. Your mic is not on. Okay. My question is for Sindhu. Okay. Sindhu. Your question is to Sindhu. Madam Sindhu, are you here? Just ask. Madam Asha, just ask your question. ഇപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങുവാനുള്ള സമയമാണ്. വെറുതെ ഫോണിൽ കളിച്ച് സമയം കളയാതെ ഇപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങുവാനുള്ള സമയമാണ്. സിന്ധു മാഡം, ഓക്കെ. വേറെ ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യന് റെസ്പോണ്ട് ചെയ്യാം? It's time for you to sleep. Okay, ഒരുപാട് പേര് Time for you to sleep. It's time for you to sleep. It's time for you to sleep. ഇനി അനാക്ഷ, അവര് she raised her hand on emoji. Okay, നിങ്ങൾക്ക് ഇമോജി അവിടെ ഒരു റേസ് ഹാൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, അനാക്ഷ, who are you asking to? എന്റെ സ്ക്രീൻ ചെറുതാണ്, ആരോട് ചോദിക്കണമെന്ന് എനിക്കറിയില്ല. Okay. സെന്റൻസ് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് കളിക്കുവാനുള്ള സമയമാണ്. ഓക്കെ, ശ്രീന കെ ജി, നിങ്ങൾക്ക് അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങൾക്ക് കളിക്കുവാൻ. It is time for you to play. Well done. It's time for you to play. Okay. Shamla, she raised her hand. Emoji. My question is to Bindu PP. Bindu PP, get ready. Bindu PP, get ready to shoot your hands. Yes, she's ready. Ask. ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. It's time for you to pray. It's time for you to pray. Okay. അത് നമുക്ക് ഒന്നും കൂടെ വ്യക്തമായിട്ട് ഇങ്ങനെ പറയാം. It's time for you to offer prayer. അല്ലെങ്കിൽ it's time for you to perform prayer. ഇനി അതല്ല നമുക്ക് ഇങ്ങനെയും പറയാം. It's time for you to worship. Okay. നമ്മുടെ സമയം, ഇന്നത്തെ സൂം ഇന്ററാക്റ്റീവ് സെഷന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ജീവ കുമാരി, പെട്ടെന്ന് ചോദിച്ചോളൂ. യെസ്. നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രൂപ്പ് ആകുവാനുള്ള സമയമാണ്. ഓക്കെ, ആർക്ക് പറയാൻ പറ്റും? Can anyone respond? പറഞ്ഞോളൂ. It's time for you to Time for you to group. Yeah, it's time for